ലെറ്റ്സ് ടോക്ക് പ്രൊഫസി പോഡ്കാസ്റ്റിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഡാനിയലിൻ്റെ പുസ്തകമാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ 9ാമത്തെ എപ്പിസോഡാണ്. അതിൻ്റെ അകത്ത് ശരിക്കും ജഡ്ജ്മെൻറ്റ്, ന്യായവിധി എന്നുള്ള ഈ ടോപ്പിക്കിനെ കുറിച്ചാണ് ഈ 9ഉം 10ഉം എപ്പിസോഡുകൾ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഡാനിയലിൻ്റെ 8ാമത്തെ അധ്യായത്തിലെ ചില കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്തതിന് ശേഷം നമുക്ക് ജഡ്ജ്മെൻ്റ് എന്ന ആ വിപുലമായിട്ടുള്ള ടോപ്പിക്കിലേക്ക് വരാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഡാനിയലിൻ്റെ 8ൻ്റെ ഒരു കുറച്ച് ഭാഗങ്ങൾ ചർച്ച ചെയ്യാം. അതിനു മുമ്പ് നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ബ്രദർ ജോണത്തൻ പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ വസിക്കുന്ന അടികളിൽ മാത്രമായിട്ട് പിതാവേ, ഡാനിയലിന്റെ പ്രവചനം 8ാം അധ്യായവും പിതാവേ, അതേപോലെ 7ലെ പിതാവേ ന്യായവിധി കുറിച്ച് പഠിക്കാൻ പോകുന്നു. ദൈവത്തിന് കൃപ പ്രാർത്ഥിക്കുന്നു. ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഒരു മുതൽക്കൂട്ടായി മാറുവാൻ കൃപ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും യേശുനാമത്തിൽ തന്നെ. ജേക്കബ്, ഇത് ഡാനിയലിൻ്റെ പുസ്തകത്തിലെ 3ാമത്തെ ഒരു വിഷനായിട്ടാണ് നമ്മൾ കാണുന്നത് 8th ചാപ്റ്ററിൽ. എന്താണ് ഈ വിഷനിൽ ഡാനിയൽ കണ്ടത്? ഉലായി നദീതീരത്ത് നിന്നാണ്, ആ സമയത്താണ് ഈ വിഷൻ വന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഡാനിയൽ ദർശനത്തിൽ കണ്ടത് ഇതാണ്: ഒരു ആട്ടുകൊറ്റൻ, അതിൻ്റെ തലയിൽ 2 കൊമ്പുകളുണ്ട്. അതിലെ 2ാമത്തെ കൊമ്പിനാണ് പൊക്കം കൂടുതൽ, അതാണ് 2ാമത് മുളച്ചു വന്നത്. ഈ ആട്ടുകൊറ്റൻ പല ദിശയിലേക്കും ആക്രമിക്കുന്നൊക്കെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം ഈ ആട്ടുകൊറ്റൻ അങ്ങനെ നിൽക്കെ തന്നെ ഒരു കോലാട്ടുകൊറ്റൻ വരികയാണ്. പടിഞ്ഞാറ് നിന്നും നിലം തൊടാതെ ഇങ്ങനെ വേഗതയിൽ വരുന്നതായിട്ടാണ് കാണുന്നത്. ഈ കോലാട്ടുകൊറ്റൻ്റെ തലയിലൊരു വിശേഷണമായിട്ടുള്ളൊരു കൊമ്പുണ്ട്. എന്നിട്ട് ഈ കോലാട്ടുകൊറ്റൻ വളരെ കോപത്തോടെ ആട്ടുകൊറ്റനെ ആക്രമിക്കുകയും താഴെയിടുകയും അതിനെ നശിപ്പിക്കുകയും ചെയ്യുക. എന്നിട്ട് ഈ കോലാട്ടുകൊറ്റൻ്റെ ആ വിശേഷണമുള്ള ആ കൊമ്പ് അത് പറഞ്ഞു പോവുകയും അതിൻ്റെ സ്ഥാനത്ത് 4 വേറെ കൊമ്പുകൾ വരികയും ചെയ്യുക. പിന്നീട് കാണുന്നത് വേറൊരു കൊമ്പും കൂടെ വരിക, ഒരു ചെറിയ കൊമ്പ്. ആ കൊമ്പ് ദൈവത്തിനെതിരെയും ദൈവത്തിൻ്റെ സമാഗമന കൂടാരത്തിനെതിരെയും ദൈവത്തിൻ്റെ ജനത്തിനെതിരെയും ഒക്കെ നിലകൊള്ളുന്നതായിട്ട് കാണാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു വിശുദ്ധ മന്ദിരം യഥാസ്ഥാനപ്പെടുത്തുന്നതിനെ കുറിച്ചും കാണാം. ഇതാണ് ഒരു രത്ന ചുരുക്കം ഈ ഒരു മിഷൻ്റെ. നമ്മൾ ലിറ്റിൽ ഹോണിന്ന് ഈ ചെറിയ കൊമ്പിനെ കുറിച്ച് നേരത്തെ ചാപ്റ്ററിൽ പഠിച്ചു. പക്ഷെ അതുവരെയുള്ള കാര്യങ്ങൾ പുതിയതാണ്. അപ്പം എനിക്ക് ഈ വാക്കുകൾ പറയാൻ തന്നെ ഇച്ചിരി പാടുപോലെ തോന്നുകയാണ്. ഇംഗ്ലീഷിൽ റാം ഉണ്ട്, ഹീ ഗോട്ട് ഉണ്ട്, അതല്ലേ? അപ്പം ആട്ടുകൊറ്റൻ, കോലാട്ടുകൊറ്റൻ. ഓക്കെ, അപ്പോൾ ഇവരെയൊക്കെ ചുറ്റിപ്പറ്റി ഈ പറയുന്ന ഈ വിഷൻ്റെ ഈ ഭാഗത്തിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ എന്താണ് ബ്രദർ പ്രിൻസ്? നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ദാനിയേലിൻ്റെ പുസ്തകം 7ാമത്തെ അധ്യായത്തിൽ നമ്മൾ ചില മൃഗങ്ങളെ കാണുന്നുണ്ട്. പക്ഷെ അവരുടെ സവിശേഷത അതെല്ലാം വൈൽഡ് ആനിമൽസ് ആണ്, അല്ലേ? കാട്ടുമൃഗങ്ങളാണ്. പക്ഷെ ഇവിടെ വരുമ്പോഴത്തേക്കും അതിൻ്റെ സ്വഭാവം മാറുന്നുണ്ട്. ഇവിടെ വരുമ്പോൾ 2 കോലാട്ടുകൊറ്റനും ആട്ടുകൊറ്റനും കോലാട്ടുകൊറ്റനും, ഈ രണ്ടും നമ്മൾ കാണുന്നത് സമാഗമന കൂടാര ശുശ്രൂഷയിൽ ഉപയോഗിക്കുന്ന, യാഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന 2 മൃഗങ്ങളാണ്. അപ്പോൾ അതിലൊരു ഹിഡൻ മെസ്സേജ് ഉണ്ട്. ഈ ഒരു അധ്യായത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു സാങ്ച്വറി റിലേറ്റഡ് ആയിട്ട്, ഒരു സമാഗമന കൂടാരം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മെസ്സേജാണ്. അപ്പോൾ നമ്മൾ ഇത് ആരൊക്കെയാണെന്ന് നമ്മൾ സ്പെക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നേരെ വേഴ്സിലേക്ക് പോയാൽ മതി. 8ാമത്തെ അധ്യായം 20-21. 2 കൊമ്പുള്ളതായി നീ കണ്ട ആട്ടുകൊറ്റൻ പാർസി രാജാക്കന്മാരെ സൂചിപ്പിക്കുന്നു. ഈ പരിപരുത്ത കോലാട്ടുകൊറ്റൻ യവന രാജാവുമാണ്. വളരെ ക്ലിയറാണ്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ വിശേഷമേറിയതും ഈ കണ്ണിൻ്റെ നടുവിലുള്ള ഒരു കൊമ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് യവന രാജാവിൽ അല്ലെങ്കിൽ യവന സാമ്രാജ്യത്തിൻ്റെ ശക്തനായിട്ടുള്ള രാജാവിനെ കുറിച്ചാണ് പറയുന്നത്. അലക്സാണ്ടറാണ്. അത് 8ാമത്തെ അധ്യായം 21ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അലക്സാണ്ടറാണ് ശക്തി പ്രാപിച്ച ആ രാജാവ് മേദോപേഷ്യ സാമ്രാജ്യത്തെ താറുമാറാക്കി അല്ലെങ്കിൽ നശിപ്പിച്ച് അവർ തോൽപ്പിക്കുന്നതായിട്ട് കാണുന്നു. ചരിത്രം രേഖപ്പെടുത്തും 331 BC അർബേല എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് ദാരിവേഷ് 3ാമനെ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തി ഈ മേദോപേഷ്യ സാമ്രാജ്യം അവസാനിപ്പിക്കുകയാണ് അലക്സാണ്ടർ. എന്നാൽ ഇത് ബലപ്പെട്ടപ്പോൾ തന്നെ അതിൻ്റെ കൊമ്പ് തകർന്നു പോയതായിട്ടാണ് ബ്രദർ ജേക്കബ് വായിച്ചത്. അപ്പോൾ ഈ സാമ്രാജ്യം ബലപ്പെട്ട് നിൽക്കുമ്പോൾ തന്നെ അലക്സാണ്ടർ രാജാവ് കൊല്ലപ്പെടുക അല്ലെങ്കിൽ മരണപ്പെടുകയാണ്. പിന്നീട് നമ്മൾ ചരിത്രം പറഞ്ഞതാണ് 4 കമാൻഡേഴ്സായിട്ടുള്ള ലൈസിമാക്കസ്, ടോളമി, സെലൂക്കസ്, കസാൻഡർ, ഇവർ വിഭജിച്ചെടുക്കുകയാണ് 4 കൊമ്പുകൾ. അപ്പോൾ ഇതിൽ നിന്ന് ഒരു ചെറിയ കൊമ്പ് മുളച്ച് വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ ഈ ചെറിയ കൊമ്പിനെ കുറിച്ച് ഒത്തിരി പഠിച്ചു. ഇനിയും നമ്മൾ പഠിക്കാനായിട്ട് പോവുകയാണ്. ജോണത്തൻ, എന്താണ് നമ്മൾ അറിയാമല്ലോ, കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ പഠിച്ചിരുന്നു ഡാനിയൽ 7ൻ്റെ ഒരു ഭാഗത്തും ആ മൃഗത്തിൻ്റെ തലയിൽ നിന്നൊരു ചെറിയ കൊമ്പ് മുളച്ചു വരുന്നതായിട്ട് കാണുന്നു. ഇവിടെയും അതുപോലെ തന്നെ ഒരു ചെറിയ കൊമ്പ് വരുന്നതായിട്ട് കാണുന്നു. രണ്ടും സെയിം ആണോ? എന്തിനാണ് ഇവിടെ ഇത് പറയുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ?
നമ്മൾ ദാനിയേലിന്റെ പ്രവചനം 8-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിൽ ആദ്യം നമ്മൾ ഇതിന് ഈ ചെറിയ കൊമ്പിന് 3 ഘട്ടമുള്ളതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. അതിന് 9-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന അത് 3 ദിശയിലേക്ക് അതിന്റെ ആക്രമണം അഴിച്ചുവിടുകയാണ്. ഒന്ന് സൗത്തിലേക്കാണ്, അപ്പൊ തെക്കോട്ടാണ്. പിന്നെ അത് ചെയ്യുന്നത് കിഴക്കോട്ടാണ്, ഈസ്റ്റ് ആണ്. പിന്നെ മനോഹര ദേശം, ഗ്ലോറിയസ് ലാൻഡ് ആണ്. അപ്പൊ ഈ ഗ്ലോറിയസ് ലാൻഡ് എന്ന് പറയുമ്പോൾ അത് കാണിക്കുന്നത് ദൈവത്തിന് ജനം വസിക്കുന്ന സ്ഥലമാണ്. നമ്മൾ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഈ യവന സാമ്രാജ്യം വരെ അവർ ഒരിക്കലും ഇസ്രായേലിൽ തൊട്ടിട്ടില്ല. ഈ അലക്സാണ്ടർ ചക്രവർത്തി എന്ത് ചെയ്തു, ദേവാലയത്തിൽ വരെ പോവുകയും ദൈവത്തോട് ബഹുമാനം കാണിക്കുക വരെ ചെയ്ത ഒരു വ്യക്തിയായിട്ടാണ് ചരിത്രം പറയുന്നത്. പക്ഷേ ഈ റോമൻ സാമ്രാജ്യം വന്നപ്പോൾ ആകെ കളിമാറി. അത് എന്തിനാണ്, ഇവരെയും കൂടി അവരെ റോമ സാമ്രാജ്യം എന്തിനാണ് ഇസ്രായേലിനെ ആക്രമിക്കുകയാണ്. നമുക്കറിയാം കപ്പലേശത്ത് വന്ന സമയം റോമശക്തിയുടെ അധീനതയിലായിരുന്നു ഇസ്രായേൽ. ഇനി രണ്ടാമത് നമ്മൾ കാണിക്കുന്നത് ഇതിന്റെ ഘട്ടം എന്ന് പറയുന്നത് അതിന്റെ ആകാശത്തിലും വല്ലത് ഇതുവരെ വശത്തേക്കായിരുന്നു അത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്ത് ചെയ്യുന്നു, ഹൊറിസോണ്ടൽ പ്ലെയിനിലായിരുന്നു. ഇപ്പൊ അത് ഉയരത്തിലേക്ക് പോവുകയാണ്. ആകാശത്തിലെ നക്ഷത്രങ്ങളാണ്, ആ നക്ഷത്രങ്ങൾ പിടിച്ച് താഴെ ഇടുന്നതായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഇത് കൊമ്പിന് വേറെ ഘട്ടമാണ്. പിന്നെ മൂന്നാമത് വരുന്ന സമയത്ത് ഈ കൊമ്പ് എന്ത് ചെയ്യുന്നു, സൈന്യത്തിന്റെ അധിപതിയോളം, ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ പ്രിൻസ് ഓഫ് ഹോസ്റ്റ്, അതിനോളം ഇത് വലുതായി തീർന്നു എന്ന് പറയുന്നുണ്ട്. നമ്മൾ ഇതുവരെ നോക്കിയാണ് ഈ 2ഉം 7ഉം 8ഉം എല്ലാം തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. ഈ 2-ാം അധ്യായത്തിൽ 4-ാമത്തെ സാമ്രാജ്യം ഇരുമ്പാണെങ്കിലും അത് ഇരുമ്പും കളിമണ്ണായിട്ട് വന്നു. അത് റോമ സാമ്രാജ്യത്തിൽ 2 ഘട്ടം കാണിക്കുന്നു. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം ആ വിവരണത്തിന് അതീതമായ മൃഗമാണെങ്കിലും അതിൽ നിന്ന് വേറൊരു ചെറിയ കൊമ്പ് വരുന്നു, അവിടെയും 2 ഘട്ടം കാണിക്കുന്നു. ഇവിടെയും ഈ 2 ഘട്ടം ഇവിടെ കാണിക്കുകയാണ്. ആദ്യം ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ വശത്തേക്കും പിന്നെ അത് സ്വർഗത്തിലേക്കും വരുന്നു. ഇത് പ്രാകൃത റോമ സാമ്രാജ്യം അല്ലെങ്കിൽ പേഗൻ റോമൻ എംപയറും അതേപോലെ പാപ്പാത്ത റോമ സാമ്രാജ്യമാണ്. ഇവിടെ നമ്മൾ ഈ ചെറിയ കൊമ്പിനെ കുറിച്ച്, ഈ അന്തിക്രിസ്തു എന്ന ശക്തിയെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ദാനിയേലിന്റെ പ്രവചനം 11-ാം അധ്യായത്തിൽ ഇതേപോലെ 3 തവണ ഇതിന്റെ ആക്രമണം, അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ സമാഗമന കൂടാരത്തിലുള്ള 3 സ്ഥലത്തേക്ക് ആക്രമണമുണ്ട്. പ്രാകാരം, പരിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം. വളരെ ശരിയാണ്. നമുക്ക് ഇവിടുന്ന് ഇനി ഈ ജഡ്ജ്മെൻറ്റിൽ 7th ചാപ്റ്ററിലും 8th ചാപ്റ്ററിലും ജഡ്ജ്മെൻറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചെറിയൊരു ഇടവേള എടുത്താലോ നമുക്ക്? ചർച്ചയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ആ ഡാനിയലിൻ്റെ 8ന്റെ ആദ്യത്തെ ഭാഗത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഇത്രയും നേരം ചർച്ച ചെയ്തത്. പിന്നെ നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിലേക്ക് വരികയാണ്. ഒരു സാധാരണ ക്രിസ്ത്യാനിക്ക് അറിയാം എവിടെയോ ഒരു സമയത്ത് വെച്ചിട്ട് ദൈവം ഓരോരുത്തരെയും ന്യായം വിധിക്കുമെന്നും തക്കതായിട്ടുള്ള പ്രതിഫലം കൊടുക്കുമെന്നുള്ളത്. അതല്ലാതെ ഇത് നമ്മുടെയൊക്കെ ലൈഫിൽ ഈ ജഡ്ജ്മെൻറ്റ്, ന്യായവിധി എന്നൊക്കെ പറയുമ്പോൾ ഒരു ഇത് ശരിക്കും നമുക്കൊക്കെ ആപ്ലിക്കബിൾ ആണോ എന്ന് എല്ലാവരും ചിന്തിക്കുന്നുണ്ടോ എന്ന് തന്നെ ഞങ്ങൾക്കറിയില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ ചർച്ച തുടരുന്നത്. അപ്പോൾ ജേക്കബ്, നമ്മൾ നേരത്തെ കണ്ടു ഡാനിയൽ 7ലും ഡാനിയൽ 8ലും ഒരു ചെറിയ കൊമ്പിൻ്റെ പ്രസൻസ് ഉണ്ട്. അതിനുശേഷം കാണുന്നത് ഡാനിയൽ 8ൽ വിശുദ്ധ മന്ദിരം യഥാസ്ഥാനപ്പെടുന്നു. ഇംഗ്ലീഷിൽ സാങ്ച്വറി വിൽ ബി ക്ലെൻസ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രിൻസും പറഞ്ഞായിരുന്നു ഇതൊരു സാങ്ച്വറി ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു വിഷനാണെന്ന് തന്നെ. ഡാനിയൽ 7ലും നമ്മൾ കാണുന്നത് ഒരു ജഡ്ജ്മെൻറ്റ് പോലത്തെ ഒരു സീനാണ്. ഏൻഷ്യൻ്റ് ഓഫ് ഡേയ്സ്, ന്യായസനങ്ങൾ ഇരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഇതാണ്. ഇത് തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? എന്താണ് ഇതിനെക്കുറിച്ചൊരു ആമുഖമായിട്ട് പറയാൻ പറ്റുന്നത്? നല്ലൊരു ഒബ്സർവേഷനാണ്. നമ്മൾ ഡാനിയൽ 7ൽ കാണുന്നത് ബാബിലോൺ, മീഡോ പേർഷ്യ, ഗ്രീസ്, റോം, പേപ്പൽ റോം അല്ലെങ്കിൽ പാപ്പാത്ത റോം, അതിനുശേഷം സ്വർഗത്തിലെ ഒരു ന്യായവിസ്താര സഭ ഇരിക്കുകയും അവിടെ ദൈവം ഇരിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ 8-ാമത്തെ അധ്യായം വന്നപ്പോൾ ഇവിടെ മീഡോ പേർഷ്യ, ഗ്രീസ്, റോം, പേപ്പൽ റോം അല്ലെങ്കിൽ പാപ്പാത്ത റോം, അതിനുശേഷം ദ സാങ്ച്വറി ഷാൽ ബി ക്ലെൻസ്ഡ് അല്ലെങ്കിൽ വിശുദ്ധ മന്ദിരം യഥാസ്ഥാനപ്പെടും. അപ്പോൾ രണ്ടിടത്തും പാപ്പാത്ത റോമിന് ശേഷം അല്ലെങ്കിൽ കത്തോലിക്ക പ്രസ്ഥാനത്തിന് ശേഷം കാണിക്കുന്ന അടുത്ത ഇവന്റ്, ഒരിടത്ത് ന്യായവിസ്താര സഭ സ്വർഗത്തിലിരിക്കുന്നു, മറുവശത്ത് 8-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അവിടെ വിശുദ്ധ മന്ദിരം യഥാസ്ഥാനപ്പെടും അല്ലെങ്കിൽ ദ സാങ്ച്വറി ഷാൽ ബി ക്ലെൻസ്ഡ്. അതിൻ്റെ അർത്ഥം ഒരേ ഇവൻസിൽ ഒരേ സ്ഥലത്ത് വെച്ച് 2 കാര്യങ്ങളും വ്യത്യസ്ത പേരുകൾ ഉപയോഗിച്ചെങ്കിലും അത് തമ്മിലൊരു ബന്ധം ഉണ്ടാവണം. ഇനി നമുക്ക് എന്താണ് വിശുദ്ധ മന്ദിരം യഥാസ്ഥാനപ്പെടും അല്ലെങ്കിൽ ദ സാങ്ച്വറി ഷാൽ ബി ക്ലെൻസ്ഡ് എന്നൊന്ന് ചിന്തിച്ചു നോക്കാം. അപ്പോൾ യഹൂദൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ ദ സാങ്ച്വറി ഷാൽ ബി ക്ലെൻസ്ഡ് എന്ന് പറഞ്ഞാൽ അവൻ അപ്പോഴേ ഓർമ്മ വരുന്നത് യോം കിപ്പൂർ. യോം കിപ്പൂർ എന്ന് വെച്ചാൽ ദ ഡേ ഓഫ് അറ്റോൺമെന്റിന്റെ ഹെബ്രായ പദമാണ്. അപ്പോൾ ഇന്ന് അവർ ആചരിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ്. അപ്പോൾ ഡേ ഓഫ് അറ്റോൺമെന്റിൽ എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ നോക്കണം. അപ്പോൾ ഒരു സാധാരണ അന്നത്തെ ഇസ്രായേലുള്ള ആൾ അവൻ തെറ്റുകൾ ചെയ്ത് കഴിയുമ്പോൾ ഒരു ആടിനെ അല്ലെങ്കിൽ ഒരു മൃഗത്തെയും കൊണ്ട് വരും. അവിടെ അവൻ്റെ തെറ്റുകളെ മൃഗത്തിൻ്റെ മേൽ ഏറ്റുപറയും. പുരോഹിതൻ ആടിനെ അവൻ്റെ കൈ കൊണ്ട് അറുത്ത് അതിനുശേഷം പുരോഹിതനെ രക്തം എടുത്തുകൊണ്ടുകൊണ്ട്
ഉള്ളിലെ ആ സമാഗമന കൂടാരം അല്ലെങ്കിൽ അവിടുത്തെ ദേവാലയത്തിനുള്ളിലെ തിരശ്ശീലയിൽ കൊണ്ടുപോയി തളിക്കും. അത് കാണിക്കണമെന്ന് വെച്ചാൽ ഈ വ്യക്തിയുടെ പാപത്തെ സാങ്ച്വറിയിലേക്ക് അല്ലെങ്കിൽ ദേവാലയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്നാ. അവന് ക്ഷമ കിട്ടി, പക്ഷെ ദേവാലയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. പക്ഷേ വർഷത്തിലൊരിക്കൽ ഒരു പ്രത്യേക ഫെസ്റ്റിവൽ ഉണ്ട്, ദ ഡേ ഓഫ് അറ്റോൺമെന്റ് എന്നാണ് വിളിക്കുന്നത്. ആ ഡേ ഓഫ് അറ്റോൺമെന്റ് അല്ലെങ്കിൽ പാപപരിഹാര ദിനത്തിൽ മഹാപുരോഹിതൻ വിശുദ്ധ മന്ദിരത്തിന്റെ ഏറ്റവും ഉള്ളിലത്തെ ദ ഹോളി ഓഫ് ഹോളീസ് അല്ലെങ്കിൽ അതിപരിശുദ്ധ സ്ഥലത്ത് ചെല്ലുകയും അവിടെ ജനത്തിന് വേണ്ടി ഒരു ശുശ്രൂഷ ചെയ്യുകയും ചെയ്യും. അവനും ജനത്തിനും ആ വിശുദ്ധ മന്ദിരത്തിനും എല്ലാത്തിനും കൂടെ വേണ്ടിയിട്ടുള്ള ശുശ്രൂഷയാണ്. ആ ഒരു ശുശ്രൂഷയുടെ പ്രത്യേകത അപ്പോഴാണ് ശരിക്കും പ്രായശ്ചിത്തം നടത്തുന്നത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ലേവ്യരുടെ പുസ്തകത്തിന്റെ 23-ാമത്തെ അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: യഹോവയുടെ സന്നിധിയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കേണ്ടതിനുള്ള പാപപരിഹാര ദിവസം എന്നാണ് പറയുന്നത്. ഈ പ്രായശ്ചിത്തം എന്ന വാക്കിന്റെ അർത്ഥം ഒരാൾക്ക് വേണ്ടി പെനാൽറ്റി പേ ചെയ്ത് അവനെ വിട്ടയക്കുക എന്നാണ്. ഇപ്പോൾ ബ്രദർ പ്രിൻസിനെ ഇപ്പോൾ പോലീസ് പിടിച്ചു, കാശില്ല, ഫൈൻ അടയ്ക്കാനില്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ചെന്നിട്ട് കാശ് അടച്ചിട്ട് വിട്ടയക്കാൻ ഞാൻ പ്രായശ്ചിത്തം ചെയ്യുക. കറക്റ്റ്, അതാണ് അതിന്റെ അർത്ഥം. അതായത് അപ്പോഴാണ് ശരിക്കും ആ ആളെ കുറ്റവിമുക്തനാക്കുന്നത്. അതുവരെയും ഈ ജനത്തിന്റെ തെറ്റുകളൊക്കെയും സമാഗമന കൂടാരത്തിലുണ്ട്, അവിടെയൊക്കെ തന്നെ ഉണ്ട്, റെക്കോർഡ്സിലുണ്ട്. പക്ഷേ പ്രായശ്ചിത്തം ചെയ്യുന്നതോടെ, ഡേ ഓഫ് അറ്റോൺമെന്റ് നടക്കുന്നതോടെ ആ ഇസ്രായേൽ ജനത്തെ പാപത്തിൽ നിന്നും വിമുക്തമാക്കുകയാണ്. അപ്പൊ അവിടെ തന്നെ നമുക്കൊരു ജഡ്ജ്മെന്റിന്റെ ആസ്പെക്ട് കാണാം. കാരണം അവിടെ ചെന്ന് ഒരു ന്യായം വിധിച്ച് ഒരാളെ കുറ്റവിമുക്തനാക്കുകയാണ്. രണ്ടാമതായിട്ട് ഇവിടെ 29-ാമത്തെ വാക്യത്തിൽ കാണാം: അന്ന് ആത്മതപനം ചെയ്യാത്ത ഏവനെയും അവന്റെ ജനത്തിൽ നിന്നും ഛേദിച്ച് കളയണം. വീണ്ടും ജഡ്ജ്മെന്റിന്റെ ഒരു ഫീല്. കാരണം ഇതിൽ പങ്കെടുക്കാത്ത ആളെ പുറത്താക്കുക ജനത്തിന്റെ കൂട്ടത്തിൽ നിന്ന്. മൂന്നാമത് 30-ാമത്തെ വാക്യത്തിൽ: അന്ന് ആരെങ്കിലും വല്ല വേലയും ചെയ്താൽ അവനെ ഞാൻ അവന്റെ ജനത്തിന്റെ ഇടയിൽ നിന്നും നശിപ്പിക്കും എന്ന് എഴുതിയിട്ടുണ്ട്. ഒരു ഡിസ്ട്രക്റ്റീവ് കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. അതായത് ഇതിന്റെ കൂടെ പങ്കെടുക്കാതെ വേല ചെയ്യുകയാണെങ്കിൽ അന്നത്തെ ദിവസം ആ ആളെ നശിപ്പിച്ച് കളയും. വീണ്ടും കണ്ട അവിടെ ഒരാളെ പണിഷ് ചെയ്യുക. ഇതെല്ലാം ജഡ്ജ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട. കാരണം ഈ ഒരു പ്രക്രിയയുടെ കൂടെയാണ് ജനം പാപത്തിൽ നിന്നും വിമുക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ ക്ലെൻസിങ് ഓഫ് ദ സാങ്ച്വറി വിശുദ്ധ മന്ദിരം യഥാസ്ഥാനപ്പെടുന്നു സ്വർഗത്തിലെ ന്യായവിധിയും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് വ്യക്തമാണ്. അപ്പോൾ ജേക്കബ് പറഞ്ഞനുസരിച്ച് ഒരു വർഷം മുഴുവനും ഇസ്രായേൽ ജനങ്ങൾ എല്ലാവരും ചെയ്ത പാപത്തിനെ ആ തിരശ്ശീലയിൽ വെക്കുകയാണ്. വർഷത്തിൽ ഒരു ദിവസം ഈ എല്ലാ പാപങ്ങളെയും ഓരോരുത്തരുടെ ഹൃദയത്തിലുള്ള ആ ആത്മതപനത്തിൻ്റെ ഇതനുസരിച്ച് എടുത്തു കളയണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുകയാണ്. ശരിക്കും റിപ്പൻറ്റ് ചെയ്തവർക്ക് എല്ലാവർക്കും അതോടുകൂടി അത് മായ്ച്ചു കളയുന്നു. അല്ലാത്തവർക്കൊക്കെ ഈ നശിപ്പിക്കുന്ന ഒരു ജഡ്ജ്മെന്റ് കിട്ടുകയാണ്. അല്ലേ? ഇതൊക്കെ ഒന്നിന്റെ നിഴലാണ്. അപ്പൊ ഈ നിഴലാണ് ആക്ച്വലി പിന്നീട് ഫുൾഫിൽ ചെയ്യേണ്ടതെന്നാണ് ജേക്കബ് പറഞ്ഞു വരുന്നത്. അതെ അതെ. ഓക്കെ ജോണത്തിന്, അപ്പോൾ ഒരു കാര്യം, ഈ 7-ാമത്തെ അധ്യായത്തിൽ കാണുന്ന ഈ ജഡ്ജ്മെന്റ് സീൻ എന്താണ്, ഒന്ന് വിവരിക്കാൻ പറ്റുമോ? അതിൽ ഞാൻ ചില പ്രധാനപ്പെട്ട വാക്യങ്ങൾ കൂടെ മാത്രം ഞാൻ കടന്നു പോകുന്നു. ദാനിയേലിന്റെ പ്രവചനം 7-ാം അധ്യായം 9-ാം വാക്യത്തിൽ ആദ്യം കാണുന്ന വ്യക്തി വയോധികനായ ഒരുത്തനിരുന്നു. ഹിമം പോലെ മുടി വെളുത്തതെല്ലാമാണ്. അത് നമ്മുടെ സ്വർഗ്ഗസ്നേഹ പിതാവിനെ കാണിക്കുന്നു. അതിനുശേഷം നമുക്ക് വായിക്കാൻ സാധിക്കുന്ന 7:9 തന്നെ അവന്റെ സിംഹാസനം അഗ്നിജ്വാലയും അവന്റെ രഥചക്രം കത്തുന്ന തീയുമായിരുന്നു. ഇതേ പ്രയോഗം തന്നെയാണ് എസെക്കിയേലിന്റെ പ്രവചനത്തിൽ ദൈവത്തിന്റെ സിംഹാസനം, പിതാവിന്റെ സിംഹാസനത്തിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വയോധികനായ എന്താണ് സ്വർഗ്ഗസ്നേഹ പിതാവ് നമ്മൾ ഓർപ്പിക്കാൻ സാധിക്കും. 7:10 നമുക്ക് 10,000 പേർ അവന്റെ മുമ്പാകെ നിന്നു, ന്യായവിസ്താര സഭ ഇരുന്നു, പുസ്തകങ്ങൾ തോന്നുന്നു. അപ്പൊ 10,000 നമുക്കറിയാം ഇന്ന് ഭൂമിയിൽ ഒരു കോടതി മുറിയിൽ എന്താണ് സാക്ഷികളുണ്ട്. അങ്ങനെയാണ് നടക്കേണ്ടത്. അപ്പൊ ഇവിടെ ദൂതന്മാർ എന്താണ് ഇവിടെ സാക്ഷികളാകുന്നു. അതേപോലെ മനുഷ്യപുത്രൻ സദൃശനായ ഒരുത്തൻ എന്ത് ചെയ്യുന്നു, ഈ വയോധികനായ അടുക്കിലേക്ക് വരുന്നു എന്ന് പറയുന്നു. ഇതാരാക്കുന്നു? ഇത് കർത്താവ് യേശുക്രിസ്തുവാണ്. ഈ കർത്താവ് യേശുക്രിസ്തു എന്താണ്? നമ്മുടെ വക്കീലാണ്, അല്ലെങ്കിൽ നമ്മുടെ അഡ്വക്കേറ്റ് ആണ്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന വ്യക്തി. അതേപോലെ തന്നെ 10-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ന്യായവിസ്താര സഭ ഇരുന്നു. അപ്പൊ ഇത് ജഡ്ജ്മെന്റ് സീൻ തന്നെയാണ് ഇവിടെ പറയുന്നുണ്ട് വ്യക്തമായിട്ട്. ന്യായം വിസ്തരിക്കുന്നു. പിന്നെ പുസ്തകങ്ങൾ തുറന്നു. ബ്രദർ ജേക്കബ് ഉത്തരം പറഞ്ഞപ്പോൾ കണക്കുണ്ടെന്ന് പറഞ്ഞു സ്വർഗത്തിൽ, അല്ലേ? അപ്പൊ അത് പല പുസ്തകങ്ങളുടെ രൂപത്തിലാണ്. അത് നമുക്ക് 3 പുസ്തകങ്ങൾ കാണാൻ സാധിക്കുന്നു. 1-ാമത്തെ പുസ്തകം എന്ന് പറയുന്നത് ജീവന്റെ പുസ്തകമാണ്. അത് നമുക്ക് ദാനിയേലിന്റെ പ്രവചനം 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. അതിന്റെ ആ ഭാഗം മാത്രം: അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതുക ഏവനും തന്നെ രക്ഷ പ്രാപിക്കും. അത് ഏത് പുസ്തകമാണ്? ജീവന്റെ പുസ്തകമാണ്. രണ്ടാമത്തെ ഇത് നീതിമാന്മാരുടെ പേര് മാത്രമാണ്.
രണ്ടാമത്തെ പുസ്തകം ഓർമ്മയുടെ പുസ്തകം അല്ലെങ്കിൽ സ്മരണയുടെ പുസ്തകമാണ്. ഇത് നമുക്ക് മലാക്കിയുടെ പ്രവചനം 3-ാം അധ്യായത്തിൽ വായിക്കാൻ സാധിക്കുന്നു. യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ച് യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വെച്ചിരുന്നു. അപ്പൊ ഇവിടെ നമുക്ക് 2 പുസ്തകങ്ങൾ 2 വിശുദ്ധന്മാർക്കാണ്. ഒന്ന് ഓർമ്മയുടെ പുസ്തകം അല്ലെങ്കിൽ സ്മരണയുടെ പുസ്തകം, ജീവന്റെ പുസ്തകം. ജീവന്റെ പുസ്തകത്തിൽ അവരുടെ പേരാണ്, സ്മരണയുടെ പുസ്തകത്തിൽ അല്ലെങ്കിൽ ബുക്ക് ഓഫ് റിമംബറൻസിൽ അവരുടെ പ്രവൃത്തിയാണ്. 3-ാമത് പുസ്തകം എന്ന് പറയുന്നത് അകൃത്യത്തിന്റെ പുസ്തകമാണ്. ഈ അകൃത്യത്തിന്റെ പുസ്തകം എന്ന് പറയുന്നത് യെരമ്യാവിന്റെ പ്രവചനം 17-ാം അധ്യായം 1-ാം വാക്യത്തിൽ നിന്റെ ജനത്തിന്റെ പാപം ഇരുമ്പ് എഴുത്താടി കൊണ്ട് എഴുതി വെക്കുന്നതാണ്. ബ്രദർ ജേക്കബ് നേരത്തെ ഒരു കാര്യം പറഞ്ഞു, രക്തം അകത്ത് കൊണ്ടുപോകും, തിരശ്ശീമയെ തെളിക്കും. ആ രക്തം എവിടെ കൂടെ പോയിട്ടെന്നറിയാമോ? ഈ യാഗപീഠമല്ല, ഇൻസെൻസ്, ആൾട്ടർ ഓഫ് ഇൻസെൻസ്, ധൂപപീഠത്തിന്റെ കൊമ്പുകൾ. അതാണ് യെരമ്യാവ് 17:1 പറയുന്നത്. അപ്പൊ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഈ പുസ്തകങ്ങളും അതിലേക്ക് ചൂണ്ടിക്കാണിക്കുകയാണ് ഈ ഡേ ഓഫ് അറ്റോൺമെന്റിലേക്ക്. വളരെ നല്ല ഉത്തരം. ഞാനിത് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ നിറച്ചിങ്ങനെ വിഷ്വൽസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചർച്ച തുടരാം ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. ന്യായവതിയെക്കുറിച്ചുള്ള ഈ ചർച്ച നമുക്ക് വീണ്ടും തുടരാം. വളരെ രസകരമായിട്ടുള്ളൊരു ചുരുളഴിയുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ബ്രദർ പ്രിൻസ്, അപ്പോൾ നമുക്ക് ജോണതൻ ഇതിനു മുമ്പത്തെ ഉത്തരത്തിൽ പറഞ്ഞു ഈ ന്യായവിസ്താര സഭ ഇരിക്കുന്നത് സ്വർഗത്തിലാണ്. അതുപോലെ തന്നെ ക്ലെൻസിങ് ഓഫ് ദ സാങ്ച്വറിയും രണ്ടും ഒന്നാണെന്ന് പറയുമ്പോൾ ഈ ക്ലെൻസിങ് ഓഫ് ദ സാങ്ച്വറിയും സ്വർഗത്തിലല്ലേ നടക്കേണ്ടത്? ഈ സ്വർഗത്തിലൊരു സാങ്ച്വറി ഉണ്ടോ? എന്താണ് ഇതിൻ്റെ ഒരു കണക്ഷൻ, എങ്ങനെയാണ് വരുന്നത്? അതെ, ബ്രദർ ജേക്കബ് പറഞ്ഞതുപോലെ ഭൗമിക സമാഗമന കൂടാരത്തിൽ ചില ശുശ്രൂഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി. അപ്പോൾ ഒരു വ്യക്തി പാപം ചെയ്തു, അവൻ്റെ ഒരു പ്രായശ്ചിത്തത്തിനായിട്ട് അദ്ദേഹം പോയിട്ട് ഒരു യാഗം കഴിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ രക്തം സാങ്ച്വറിയിലേക്ക് തളിക്കുകയാണ്, പാപത്തെ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാപം അപ്പോടെ ക്ഷമിച്ച് കിട്ടുകയാണ്. പക്ഷെ ഒന്ന് തിങ്ക് ചെയ്ത് നോക്കിയേ, പാപപരിഹാര ശുശ്രൂഷയില്ല അദ്ദേഹം പങ്കെടുത്തില്ല എങ്കിൽ ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇല്ല, അദ്ദേഹം കൊല്ലപ്പെടും. അപ്പം ഇതുപോലെയാണ് ശരിക്കും നമ്മൾ ദൈവത്തിലേക്ക് അല്ലെങ്കിൽ ക്രിസ്തുവിൽ ആയെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും ഗ്യാരണ്ടി ഇല്ല. നമ്മളത് കണ്ടിന്യൂ ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ ഈ പാപപരിഹാര ശുശ്രൂഷയിൽ പങ്കെടുത്തില്ല എങ്കിൽ നമ്മൾ ഛേദിക്കപ്പെടുമെന്നാണ് സത്യം. അപ്പോൾ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഭൗതിക സമാഗമന കൂടാരത്തിൽ നടക്കുന്ന എല്ലാ റിച്വൽസിനും അതിന് ഒരു സ്വർഗീയ അർത്ഥമുണ്ട്, ഒരു സ്പിരിച്വൽ ആപ്ലിക്കേഷൻ ഉണ്ട്. അത് വെറുതെ ഒരു റിച്വൽ അല്ല, അത് ഓരോ പാഠങ്ങളായിരുന്നു. ആദിമ അല്ലെങ്കിൽ ആ ഇസ്രായേൽ ജനങ്ങൾക്ക് കൊടുത്ത പാഠങ്ങളായിരുന്നു. അപ്പോൾ നമ്മൾ മോശയ്ക്ക് കൊടുത്ത ഒരു ബ്ലൂ പ്രിൻ്റ് ഉണ്ട് ഈ സമാഗമന കൂടാരം എങ്ങനെ ഉണ്ടാക്കാം. നമുക്ക് എബ്രായ ലേഖനം 8-ാമത്തെ വാക്യം വായിക്കാം. അതിൽ 5-ാമത്തെ വാക്യത്തിൽ കൂടാരം തീർപ്പാൻ മോശ ആരംഭിച്ചപ്പോൾ പർവ്വതത്തിൽ നിനക്ക് കാണിച്ച മാതൃക പ്രകാരം നീ സകലവും ചെയ്യുവാൻ നോക്കുക എന്ന് അവനോട് അരുളി ചെയ്തതുപോലെ അവൻ സ്വർഗീയത്തിൻ്റെ ദൃഷ്ടാന്തവും നിഴലുമായതിൽ ശുശ്രൂഷ ചെയ്യുന്നു. അപ്പോൾ ഈ സമാഗമന കൂടാരം വെറുതെ ഒരു മോഡലല്ല, അത് സ്വർഗത്തിൻ്റെ ഒരു നിഴലും ദൃഷ്ടാന്തവുമാണ്. അവിടെ നടക്കുന്ന എക്സാക്ട് പ്രോസസ്സിൻ്റെ ഒരു റെപ്ലിക്കയാണ് ഇവിടെ. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന നിഴൽ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. അതൊരു സ്വർഗീയ തലത്തിലേക്ക് പോയെങ്കിൽ മാത്രമേ അതിനൊരു അർത്ഥം കിട്ടുകയുള്ളൂ എന്നാണ് സത്യം. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടപോലെ ഈ സമാഗമന കൂടാരത്തിൽ വർഷത്തിൽ ഒരിക്കൽ മഹാപുരോഹിതൻ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കടക്കുന്ന ഒരു ശുശ്രൂഷയാണ് പാപപരിഹാര ശുശ്രൂഷ അല്ലെങ്കിൽ പാപപരിഹാര ദിനം. അപ്പം ഇതുപോലെ ഈ മഹാപുരോഹിതൻ പോകുന്ന എന്തിനു വേണ്ടിയാണ്? ഇസ്രായേൽ ജനങ്ങളുടെ പ്രായശ്ചിത്തത്തിന്, അറ്റോൺമെൻറ്റിന് വേണ്ടിയാണ് നമ്മൾ കണ്ടത്. അപ്പം ഇതുപോലെ ഒരു മഹാപുരോഹിതൻ നമുക്കുണ്ട്. ആ മഹാപുരോഹിതന് മാത്രമേ സ്വർഗീയ സമാഗമന കൂടാരത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്ത് കടത്ത് നമുക്ക് വേണ്ടി അറ്റോൺമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് വായിക്കാം എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാമത്തെ അധ്യായം 11-12 വാക്യങ്ങൾ. ക്രിസ്തു വരുവാനുള്ള നന്മയുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണി അല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടുത്താത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിച്ചു എന്നതായിരിക്കും. അപ്പം ഇവിടെ നടക്കുന്ന ഒരു റിച്വൽ ഒരു കേവലം റിച്വലായിട്ട് ഒതുങ്ങിക്കൂടുന്നില്ല. സ്വർഗീയ സമാഗമന കൂടാരത്തിലെ ഈ പരിശോധന ന്യായവിധിയാണെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ എല്ലാം പാപങ്ങൾ എന്നേക്കുമായിട്ട് തുടച്ചു മാറ്റാനായിട്ടുള്ളതും ഈ ഒരു രക്ഷ വേണ്ടാന്ന് ചിന്തിക്കുന്നവർക്ക് ഒരു ജഡ്ജ്മെൻറ്റും കൂടെ കൊടുക്കാനായിട്ടുള്ള ഇറ്റേണൽ ജഡ്ജ്മെൻറ്റിലേക്കാണ് ഇത് നീങ്ങുന്നത് എന്നുള്ളതാണ് അല്ലേ? ജേക്കബ്, അപ്പോൾ ഒരു കാര്യം, അപ്പോൾ ഇതൊരു പ്രോസസ്സാണ്. പെട്ടെന്ന് ഇങ്ങനെ
തീരുന്ന ഒരു കാര്യമല്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം വെച്ചാൽ ആദാം തൊട്ടേ ജീവിച്ചിരുന്ന എല്ലാവരുടെയും ജീവിതങ്ങൾ എടുത്ത് നോക്കണം എന്താ സംഭവിക്കുന്നുള്ളത് അല്ലേ. അപ്പോൾ ഇത് എപ്പോഴാണ് ആരംഭിക്കുന്നത്? ഒരു ഡേറ്റ് ഉണ്ടോ, സ്റ്റാർട്ടിങ് ഡേറ്റ്? അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ദാനിയേൽ പുസ്തകത്തിന്റെ 8-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ്: അവനോട് 2300 സന്ധ്യയും ഉഷസ്സും തികയോളം തന്നെ പിന്നെ വിശുദ്ധ മന്ദിരം യഥാസ്ഥാനപ്പെടും, അല്ലെങ്കിൽ ദ സാങ്ച്വറി ഷാൽ ബി ക്ലെൻസ്ഡ്. 2300 ദിവസങ്ങൾ പ്രവചനത്തിൽ 2300 വർഷങ്ങളാണ്. അപ്പോൾ 2300 വർഷങ്ങൾ കഴിയുമ്പോൾ ഈ വിശുദ്ധ മന്ദിരം, അപ്പോൾ നമ്മളെല്ലാവരും തിരിച്ചറിഞ്ഞത് സ്വർഗത്തിലെ വിശുദ്ധ മന്ദിരത്തെക്കുറിച്ചാണ്. ആ വിശുദ്ധ മന്ദിരം യഥാസ്ഥാനപ്പെടുന്ന, അതായത് അവിടെ ഒരു ക്ലെൻസിങ് ഓഫ് ദി സാങ്ച്വറി നടക്കും. അല്ലെങ്കിൽ ഇവിടെ നടന്ന ഡേ ഓഫ് അറ്റോൺമെന്റ് അല്ലെങ്കിൽ പാപപരിഹാര ദിനം പോലെ സ്വർഗത്തിലും ഒരു പാപപരിഹാര ദിനം നടക്കും. അത് ഭയങ്കര ഒരു ന്യൂസാണ്. കാരണം അന്നത്തെ ആൾക്കാർ എത്രത്തോളം സീരിയസ് ആയിട്ട് അതിനെ കണ്ടു, അതുപോലെ കാണേണ്ട ഒരു ഇവന്റ് ആണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി അത് എപ്പോൾ നടക്കും എന്നുള്ളതിനെ തിരിച്ചറിയണം. ഡാനിയലും ഇത് കേട്ടപ്പോൾ, ഡാനിയൽ അത് നമുക്ക് മനസ്സിലായാലും മനസ്സിലായില്ല. ഡാനിയൽ വെച്ച് ഇനി 2300 വർഷത്തിന് എന്തോ കഷ്ടകാലവും ബുദ്ധിമുട്ടും ഒക്കെ ഇനി ജനത്തിൽ വരുന്ന ഡാനിയൽ ആകെ വിഷമിച്ചു പോയി. പ്രത്യേകിച്ച് ആ അധ്യായത്തിൽ കിട്ടിയ ദർശനങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വരുന്ന ദൂതനാണ് ഇതിനെ ടച്ച് ചെയ്യുന്നില്ല, അതിനെ മുദ്രയിട്ട് വെക്കാനും പറയുന്നുണ്ട്. അപ്പോൾ ഡാനിയൽ അത് കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആകെ വിഷമിച്ച് അസുഖമൊക്കെ പിടിച്ച് കിടപ്പായിപ്പോയി. കുറച്ച് നാൾക്ക് ശേഷമാണ് വീണ്ടും ജോലിയിലേക്ക് പ്രവേശിക്കുന്നത്. ആ സമയത്താണ് നമ്മൾ ദാനിയേലിന്റെ 9-ാമത്തെ അധ്യായം കാണുന്നത്, തൊട്ടടുത്ത അധ്യായം. അവിടെ ദാനിയേൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൂതൻ വരികയും ഞാൻ നിന്റെ വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് ഇതിനൊരു അർത്ഥം പറഞ്ഞു തരാമെന്ന് പറയും. അപ്പോൾ ദാനിയേൽ 2300 വർഷവും ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ദൂതൻ പറയുകയാണ്, അത് നമുക്ക് വായിച്ചു നോക്കാം. ദാനിയേൽ പുസ്തകത്തിന്റെ 9-ാമത്തെ അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു എന്ന് പറയാം. ഈ നിയമിച്ചിരിക്കുന്നു എന്നുള്ള വാക്ക് ഹെബ്രായ പദത്തിൽ ഖത്താക്ക, അതായത് നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം മുറിച്ച് മാറ്റി വെച്ചിരിക്കുന്നു. അതിൻ്റെ അകത്ത് അതായത് 2300-ന്റെ അകത്ത് ആ തുടക്കത്തിലുള്ള 70 ആഴ്ചവട്ടം നിന്റെ ജനത്തിന് വേണ്ടി ഞങ്ങൾ ദൈവം നിശ്ചയിച്ചിരിക്കുന്നു. അപ്പൊ ബാക്കിനെ ഓർത്ത് നീ വിഷമിക്കണ്ട, ഇതിൽ നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. എന്നിട്ട് അതിനൊരു തുടക്കവും നൽകുക. ആ തുടക്കം ഇതാണ്. ദാനിയേൽ 9:25 പറയുന്നുണ്ട്: യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ എന്ന് പറഞ്ഞിട്ട് അവിടെ തുടക്കവും കുറിക്കുക. അപ്പോൾ ഒരു സംശയവുമില്ല, യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്താനുള്ള കൽപ്പന പുറപ്പെടുവിക്കുന്നത് 457 BC-യിലാണ്. അർത്ഥസൃഷ്ടാവ് എന്ന് പറഞ്ഞ രാജാവാണ്. അപ്പോൾ അവിടെയാണ് ഇതിന്റെ തുടക്കമൊന്നും കിട്ടി. അപ്പോൾ ദാനിയേൽ ജീവിച്ചിരിക്കുന്ന കുറച്ച് ആൾ കഴിയുമ്പോൾ തന്നെ ഈ കൽപ്പന പുറപ്പെടുവിക്കുക, അർത്ഥസൃഷ്ടാവ് രാജാവ്. അപ്പോഴാണ് ഈ യഹൂദന്മാർക്കുള്ള ഇതിന്റെ തുടക്കം കുറിക്കുന്നതും ഈ ആദ്യത്തെ 70 വർഷം. പക്ഷെ അവിടെ വെച്ച് നമുക്കൊരു ഗുണം കിട്ടി. ഈ ദാനിയേലിനോട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യപ്പോൾ നമുക്ക് ഈ മൊത്തം 2300 സ്റ്റാർട്ടിങ് കിട്ടി. അതാണ് നമുക്ക് കിട്ടിയ ഗുണം. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 457 BC മുതൽ 2300 വർഷം മുന്നോട്ട് കൂട്ടുമ്പോൾ നമ്മൾ ചെന്ന് എത്തുന്നത് 1844. അപ്പോൾ ആ വർഷം നമ്മുടെ മഹാപുരോഹിതനായ നേരത്തെ ബ്രദർ പ്രിൻസ് ഹെബ്രായക്കാർക്കിടെ ലേഖനത്തിൽ നിന്ന് കോട്ട് ചെയ്ത പോലെ കർത്താവ് യേശു ആ ദിവസമാണ് സ്വർഗത്തിലെ വിശുദ്ധ മന്ദിരത്തിലെ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പാപപരിഹാര ദിനത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രവേശിക്കുന്നത്. അതൊരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ. ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതവിടെ നടന്നുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 2300 ഇയേഴ്സിന് ശേഷം ഇത് തുടങ്ങിയാണ് അല്ലേ? സ്റ്റാർട്ടിങ് ഡേറ്റ് ആണെന്ന് നമുക്ക് കാണാൻ പറ്റും. ജോണത്തൻ, അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ചോദ്യം, അതായത് ഈ പാപപരിഹാര ദിനം ഒരു ദിവസമല്ലേ? അപ്പോൾ ഈ 1844 കഴിഞ്ഞ് ഒറ്റ ദിവസം കൊണ്ട് ഇത് തീരുമോ? എങ്ങനെയാണ് ഈ നിഴലായത്? ലേവ്യ പുസ്തകം 16-ാം തീയതി 29-ാം വാക്യം 7-ാം മാസം 10-ാം തീയതി ആണ് ഈ തീയതി എന്ന് വേദപുസ്തകം പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ ദാനിയേൽ പ്രവചനത്തിലേക്ക് വരുമ്പോൾ 8:14 അതിന് അവനോട് 2300 സന്ധ്യയും ഉഷസ്സും തികയോളം തന്നെ പിന്നെ വിശുദ്ധ മന്ദിരം യഥാസ്ഥാനമാകും. അപ്പൊ അതിന് ശേഷം സംഭവിക്കുന്നതാണ്. കാരണം ഇത് ഏറ്റവും വലിയ ഒരു സോളം പ്രോസസ്സാണ്. ഭയങ്കര ഭക്തിയോടെ കാണുന്ന ഒരു സമയമാണിത്. കാരണം ഓരോ വ്യക്തികളുടെയും കേസ് ഇവിടെ വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്നു. അത് നമുക്ക് ദൈവത്തിൽ കാണാൻ സാധിക്കും. കാരണം വെളിപ്പാട് 12 പറയുന്നു, രാപ്പകൽ നമ്മെ കുറ്റം ചുമത്തുന്ന ഒരു പ്രതിയോഗി നമുക്കുണ്ട്. ആരാണ്? പിശാച്. നമ്മൾ യൂദയുടെ ലേഖനം 1:9 വാക്യം വായിക്കുകയാണെങ്കിൽ, എന്നാൽ പ്രധാന ദൂതൻ മീഖായേൽ മോശയുടെ ശരീരത്തെ കുറിച്ച് പിശാചിനോട് തർക്കിക്കാൻ വാദിക്കുന്നു എന്നാണ്. അപ്പൊ ഒരാൾക്ക് വേണ്ടി ഒരു വാദം നടക്കും. അപ്പോ കോടതി മുറിയിൽ പിശാച് എന്ത് ചെയ്യുന്നു? നമ്മെ കുറ്റം വിധിക്കുന്നു, നമ്മെ കുറിച്ച് ദോഷം പറയുന്നു. ഇത് നമുക്ക് സെക്രട്ടറിയുടെ പ്രവചനം 1 മുതൽ 3 വരെ വായിക്കുമ്പോൾ അവിടെ
ജോശുവ നിൽക്കുന്നു, വലതുഭാഗത്ത് പിശാച് അവന് കുറ്റം ചുമത്തിക്കൊണ്ട് നിൽക്കുന്നു. അതെ. അവിടെ ഈ മോശയോട് പറഞ്ഞ അതേ വാക്ക് യഹോവ നിന്നെ ഭത്സിക്കുന്ന വാക്ക് അവിടെയും പറയുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും ന്യായവിധിയിലേക്ക് എന്താണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷെ അവന്റെ ഉടുപ്പ് മാറ്റിയിട്ട് നീതിയുടെ വസ്ത്രം അവന് ഉടുപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമാണ്. കാരണം ഓരോ വ്യക്തിയുടെ കേസ് അത്രത്തോളം സമയം എടുത്തിട്ടാണ് സ്വർഗത്തിൽ പരിശോധിക്കുന്നത്. അപ്പോൾ നമ്മുടെ പേര് സ്വർഗത്തിൽ എപ്പോൾ വിളിക്കും നമുക്ക് അറിയത്തില്ല. മോശയുടെ ക്ഷമിക്കണം, നോഹയുടെ കാലഘട്ടത്തിൽ പെട്ടകത്തിന്റെ വാതിൽ അടഞ്ഞപ്പോൾ ആരും അറിഞ്ഞില്ല. 7 ദിവസം മുൻപേ അത് അടഞ്ഞത്. അതേപോലെ നമ്മുടെ പേര് വിളിക്കുന്നത് എപ്പോഴെന്നൊക്കെ അറിയത്തില്ല. പക്ഷെ അന്ന് ജനം എന്ത് ചെയ്തു? തിന്നും കുടിച്ചും തുറന്നുകൊണ്ട് പോയി. ഇന്ന് നമുക്കത് വരാതിരിക്കണമെങ്കിൽ ആ ക്രിസ്തുവിലേക്ക് നമ്മൾ സ്വർഗത്തേക്ക് നോക്കി തന്നെ ജീവിക്കും. തീർച്ചയായിട്ടും നമുക്ക് സമയപരിമിതി മൂലം ഈ എപ്പിസോഡ് നിർത്തേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും അടുത്ത എപ്പിസോഡിലും ഇതിൻ്റെ തന്നെ ഈ ന്യായവിധിയെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ്, ഇന്നത്തെ കാലത്ത് നമ്മൾ ഇതിനു വേണ്ടി എങ്ങനെ തയ്യാറെടുക്കണമെന്നുള്ള ആ ഒരു കാര്യത്തിലേക്ക് നമ്മൾ കിടക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ ബീയിങ് പാർട്ട് ഓഫ് ദിസ് എപ്പിസോഡ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.